എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീഡിയോകൾക്ക് നിരന്തരമായി വരുന്ന കമൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു കമൻറ്റാണ്, ഇന്നോവ വരും, ടിപ്പർ വരും, നിന്നെ പൂശിക്കളയും, കാച്ചിക്കളയും. എൻ്റെ ചാനലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലും ചിലർ എനിക്കൊരു ഉപദേശമായിട്ടും ചിലരെന്നോടൊന്ന് ശ്രദ്ധിക്കണമെന്ന രീതിയിലും ചിലരെനിക്ക് ഭീഷണിയായിട്ടും ഒക്കെ ഈ കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്നോവ വരും, ടിപ്പർ വരും, പൂശിക്കളയും, തട്ടിക്കളയും, വെച്ചേക്കുകയില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യങ്ങൾ, സത്യസന്ധമായ വിവരങ്ങൾ പൊതുജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, പൊതുജനത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമത്തിൻ്റെ പരിധിക്കകത്ത് നിൽക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ജനത്തിനെ ബോധവൽക്കരിക്കുക എന്നത് മാധ്യമങ്ങളുടെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പം ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഞങ്ങൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഇനി മുന്നിലോട്ട് ഞാനെന്നൊരിക്കലും ഒരിടത്തും പറയില്ല. കാരണം ഇനി ഞങ്ങൾ എന്നാണ് പറയാൻ പോകുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന ഒരു വിങ് ഞങ്ങളുടെ കൂടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 100 പേരുള്ള ഒരു ഇന്നർ കോറിൻ്റെ സോഷ്യൽ മീഡിയ മുഖം മാത്രമാണ് ഞാൻ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ പേര് കേരള ജനമിത്ര എന്നാണ്. കേരള ജനമിത്ര. അതിൻ്റെ പ്രാരംഭമായ രജിസ്ട്രേഷനുകൾ കഴിഞ്ഞു. അതിന് പാൻ കാർഡായി, അക്കൗണ്ടായി, അതിന് 12A രജിസ്ട്രേഷനായി, അതിൻ്റെ മറ്റ് രജിസ്ട്രേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് റിട്ടയർഡ് IASകാരുണ്ട്, റിട്ടയർഡ് ന്യായാധിപന്മാരുണ്ട്, ജില്ലാ കോടതികൾ, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടിലൊക്കെയുള്ള പ്രഗത്ഭരായ നിയമവിദഗ്ധർ, അഡ്വക്കേറ്റുമാരുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുണ്ട്, സീനിയർ പത്രപ്രവർത്തകന്മാരുണ്ട്, വലിയ വ്യവസായ പ്രമുഖന്മാരുണ്ട്. കേരളം ഇങ്ങനെ പോയാൽ പോരാ എന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരിൽ 90% അഴിമതി, പിടിച്ചുപറി, മോഷണം, കൈക്കൂലി, വ്യഭിചാരം, കൊലപാതകം, ഇങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ തലപ്പത്തും അങ്ങനെയാണ്. ഇങ്ങനെ ഒന്നും പോയാൽ പോരാ എന്നാഗ്രഹിക്കുന്ന 100 പേര് ചേർന്ന ആ ഇന്നർ കോറ് ആണ് ഈ ജനമിത്രയുടെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും, ഈ വീഡിയോകൾ ശക്തമായി മുന്നോട്ട് പോകും. എനിക്കെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഇന്നോവ വന്നാലും ടിപ്പർ വന്നാലും ഇനി വെട്ടിക്കൊന്നാലും എന്നാ വന്നാലും ഇത് നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഒരാൾ മാത്രമായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. ഇതിൻ്റെ അക്കൗണ്ട് തികച്ചും സുതാര്യമായി കൈകാര്യം ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിളാണ്. ഈ 100 പേരും ചേർന്ന് ചെക്ക് ചെയ്ത് അവരെ കൃത്യമായി കണക്ക് കാണിക്കുകയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഒക്കെ കൃത്യമായി കണക്ക് കാണിക്കുന്ന ഒരക്കൗണ്ടിൽ കൂടെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുതാര്യമായ ഈ പ്രസ്ഥാനത്തിൽ അതിൻ്റെ മുഖമായി നിന്ന് എനിക്ക് ദൈവം ഈ ഭൂമിയിൽ എത്ര കാലം ആയുസ് തന്നിട്ടുണ്ടോ അത്രയും കാലം ഞാൻ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഇത് കൃത്യമായിട്ട് തുടരുക തന്നെ ചെയ്യും. കേരള ജനമിത്ര എന്ന പ്രസ്ഥാനം വളരെ പെട്ടെന്ന് അതിൻ്റെ പേപ്പറുകളുടെ ലഭ്യത അനുസരിച്ച് ഞങ്ങൾ ഔദ്യോഗികമായി അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് ഒരു സംഘം ആളുകൾ, ഞാൻ ഈ പറഞ്ഞ 100 പേരിൽ ഒരു സംഘം ആളുകളുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളുടെ വീഡിയോകൾക്കകത്ത് ഈ അടുത്ത കാലത്തെല്ലാം പറയുന്ന, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷമായിട്ട് പറയുന്ന കണക്കുകളെല്ലാം അവർ റിസർച്ച് ചെയ്തെടുക്കുന്ന, അത് റിസർച്ച് ചെയ്തെടുക്കാൻ യോഗ്യമായ വിദ്യാഭ്യാസം ഉള്ളവരുമാണ്. അല്ലാതെ എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്തവന്മാരൊന്നും അല്ല, എല്ലാം മാന്യമായ വിദ്യാഭ്യാസം ഉള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ ഇത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. നമ്മൾ നോക്കുമ്പോൾ ചെറുപ്പക്കാർ 20, 30, 50 ഒക്കെ വയസ്സുള്ള ആളുകൾ രോഗം വന്ന് മരിക്കാറുണ്ട്. പിന്നെ ചിലർ ക്യാൻസറൊക്കെ വന്ന് മൂക്കിക്കൂടെയും വായിക്കൂടെയും പൈപ്പിട്ട് കിടന്ന് മരിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് വിടുമ്പോൾ അവൻ ഈ ഭൂമിയിൽ അവസാനത്തെ ഒരു ദിവസമുണ്ട്. അത് 50 വയസ്സാണെങ്കിൽ 50 വയസ്സാകുമ്പോൾ അവൻ മരിക്കും.
അവൻ മരിക്കുന്നത് വഴി നിന്ന് വെട്ടുകൊണ്ടിയാകാനാണെന്നുണ്ടെങ്കിൽ അവൻ ഒന്നും ചെയ്യേണ്ട, പേടിച്ചു തൂറി നിക്കറി മുള്ളി വീട്ടിലിരിക്കുന്നവനാണേലും അവൻ ആ കറക്റ്റ് സമയമാകുമ്പോൾ ഒരു കോഴി മേടിക്കാനോ പലചരക്ക് മേടിക്കാനോ ഇച്ചിരി ഇറച്ചി മേടിക്കാനോ കവലെ ചെല്ലും, ആൾ മാറി വെട്ടിക്കൊല്ലും. എങ്ങനെയാണേലും നമ്മൾ പോകേണ്ട സമയത്ത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നോവ വരുമെന്നും ടിപ്പർ വരുമെന്നും ഇനി ചേട്ടനെ പൂശിക്കളയും തട്ടിക്കളയും എന്നൊന്നും പറഞ്ഞ് ആരും എനിക്ക് മെസ്സേജ് അയച്ച് വെറുതെ സമയം കളയണ്ട. ഞാനതിനെ പേടിക്കുന്നില്ല. ഇനി നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ കർഷകർ പ്രതിസന്ധി അനുഭവിക്കുന്നതിൻ്റെ ഒരു മൂല കാരണത്തെക്കുറിച്ച് പറയാൻ പോവാം. മനുഷ്യനാവശ്യമുള്ള ഓക്സിജൻ്റെ 20% മുതൽ 30% വരെ ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ള 70 മുതൽ 80% വരെ ഉണ്ടാക്കുന്നത് പ്രകൃതിയുടെ മുക്കാഭാഗത്തും അല്ലെ ഭൂമിയുടെ മുക്കാഭാഗത്തും കവർ ചെയ്ത് കിടക്കുന്ന കടലാണ്. ഈ കടലിലേക്ക് ലോകരാജ്യങ്ങൾ കൊണ്ട് തള്ളുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കണക്കൊന്ന് പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് കടലിൽ തള്ളുന്ന രാജ്യം അമേരിക്കയാണ്. 420 ലക്ഷം മെട്രിക് ടൺ ആണ് ഒരു വർഷം അമേരിക്ക കൊണ്ട് കടലിൽ തള്ളുന്നത്. കുഞ്ഞു രാജ്യമായ ഫിലിപ്പീൻസ് 3.6 ലക്ഷം മെട്രിക് ടണ്ണാണ് ഒരു വർഷം കൊണ്ട് കടലിൽ തള്ളുന്നത്. ഇന്ത്യ ഒരു വർഷം കൊണ്ട് കടലിൽ തള്ളുന്നത് 1,26,500 ലക്ഷം മെട്രിക് ടണ്ണാണ് ഇന്ത്യ കൊണ്ട് തള്ളുന്നത്. മലേഷ്യ 73,000 ലക്ഷം മെട്രിക് ടണ്ണാണ് കടലിൽ കൊണ്ട് തള്ളുന്നത്. ചൈന 5 ലക്ഷം മെട്രിക് ടണ്ണാണ് ഒരു വർഷം കടലിൽ കൊണ്ട് തള്ളുന്നത്. ജർമ്മനി 14.4 ലക്ഷം മെട്രിക് ടൺ പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം കടലിൽ കൊണ്ട് തള്ളുന്നത്. റഷ്യ 64 ലക്ഷം മെട്രിക് ടണ്ണാണ് ഒരു വർഷം കടലിൽ കൊണ്ട് തള്ളുന്നത്. നമ്മളിത് കണക്കൂട്ടി നോക്കുമ്പോൾ 1000 ലക്ഷം മെട്രിക് ടണ്ണിന് മുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു വർഷം കടലിൽ കൊണ്ട് തള്ളുന്നുണ്ട്. ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 10 ടൺ, ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോ. അപ്പോൾ നമ്മളിതിന് മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞാൽ, സാധാരണ നമ്മുടെ ഇവിടുത്തെ ലൈലൻഡ് ടാറ്റ ഒക്കെ ലോറികൾ 10 ടണ്ണാണ്. പ്ലാസ്റ്റിക് കയറ്റിയ 10 ടണ്ണ് എങ്ങനെ കുത്തി കയറ്റിയാലും ഒരു ലോറിയെ കയറുകയില്ല. ടോറസിലൊക്കെ ചിലപ്പോൾ കയറ്റിയാൽ വളരെ ഇങ്ങനെ ഭീമനമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 10 ടണ്ണ് കയറുമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാകുന്നത് 10 കോടി ലോറിയിൽ കൊണ്ടുവരുന്ന അത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. 10 കോടി ലോറി. നിങ്ങളതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. അത്രയും പ്ലാസ്റ്റിക്കാണ് ഒരു വർഷം കൊണ്ടുവന്ന് ലോകം മുഴുവനൂടെ കടലിലേക്ക് തള്ളുന്നത്. അത് കുറയുകയില്ല, അത് കൂടാനേ സാധ്യതയുള്ളൂ. ഇത് കൊണ്ടുവന്ന് കടലിൽ തള്ളുമ്പോൾ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, മനുഷ്യനാവശ്യം അല്ലെ ഭൂമിക്ക് ആവശ്യമുള്ള വായുവിൻ്റെ 70 മുതൽ 80% വരെ ഉൽപ്പാദിപ്പിക്കുന്ന കടലിലെ സൂക്ഷ്മ സസ്യങ്ങൾ, പായലുകൾ എല്ലാം നശിച്ചു പോകും. ഇത് നശിച്ചു പോകുമ്പോൾ സാമ്പത്തിക ശക്തിയുള്ള വികസിത രാജ്യങ്ങൾ, ഇന്ത്യ പോലെ കൈക്കൂലി മേടിക്കുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഉള്ള രാജ്യങ്ങളിലേക്ക് വനവൽക്കരണം എന്ന പേരിൽ കാർബൺ ഫണ്ട് കൈക്കൂലിയായിട്ട് കൈമാറുമ്പോൾ അവരുടെ കുതന്ത്രങ്ങൾ ഇന്ത്യയിലെ വൃക്ഷങ്ങൾ വളരുന്ന കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും, രാജസ്ഥാനിലൊന്നും വലിയ വൃക്ഷങ്ങൾ വളരുകയില്ല. അപ്പോൾ ആസാമിലോ തമിഴ്നാടിൻ്റെ കേരള സൈഡിലുള്ള മേഖലയിലോ കർണാടകത്തിൻ്റെ കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള മേഖലയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വൃക്ഷം വളരുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ വൃക്ഷങ്ങൾ വളരുന്നത് കേരളമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ വന്ന് കേരളത്തിലെ ജനത്തിൻ്റെ മുതുകത്തേക്കാണ് സത്യത്തിൽ കയറുന്നത്. ഇതിൻ്റെ എല്ലാം പുറകിൽ വികസിത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങൾ, അവന്മാർ സംരക്ഷിക്കേണ്ടിടത്ത് സംരക്ഷിക്കാതെ അവന്മാർ ഇത് മുഴുവൻ വൃക്ഷങ്ങൾ വനവൽക്കരണം എന്ന പേരിൽ കൊണ്ടുവന്ന് ഇടുന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കൃഷിക്കാർ നേരിടുന്ന പ്രധാന വിഷയം. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൻ്റെ ഉപഭോഗത്തിന് ആവശ്യമുള്ളതിൻ്റെ ആ 4 ഇരട്ടി ഓക്സിജൻ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനുള്ള പച്ചപ്പ് നമുക്കിവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നമായി പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം. 420 ലക്ഷം മെട്രിക് ടൺ 420 ലക്ഷം മെട്രിക് ടൺ പ്ലാസ്റ്റിക് കൊണ്ട് കടലിൽ തള്ളുന്ന അമേരിക്ക ഉൾപ്പെടെ, ഫിലിപ്പീൻസ് ഉൾപ്പെടെ, ഇന്ത്യയും മലേഷ്യയും ചൈനയും ജർമ്മനിയും റഷ്യയും ഉൾപ്പെടെ ലോകം മുഴുവനുള്ള രാജ്യങ്ങളെല്ലാം ചേർന്ന് പരിഹരിക്കേണ്ട ഒരു വിഷയം കേരളത്തിലെ കൃഷിക്കാരുടെ തലയിലേക്ക് കൊണ്ടുവെക്കുന്നത് നമ്മൾ ശക്തമായിട്ട് ഈ സത്യവും യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിലനിന്നാൽ ഇവിടുത്തെ വനവൽക്കരണത്തിൻ്റെ പ്രശ്നവും തീരും, ഇവിടുത്തെ വന്യമൃഗ പ്രശ്നവും തീരും,
ഇവിടുത്തെ ഫോറസ്റ്റുകാർ മര്യാദയ്ക്ക് വനം കൊണ്ട് മാത്രം നിന്നോളും. ഈ സത്യത്തിൽ ഇതിനെല്ലാം അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ തലപ്പത്ത് നിൽക്കുന്ന കൈക്കൂലി മേടിക്കുന്ന രാഷ്ട്രീയക്കാരെ ഉദ്യോഗസ്ഥന്മാരെ ഒതുക്കുക എന്നുള്ളതാണ് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും, ഞങ്ങൾ ഇതിന് തക്കവണ്ണം, വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, ഞങ്ങൾ ഇതിനൊത്തവണ്ണം ഈ കേരള ജനമിത്ര സത്യസന്ധമായ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകളും അതുപോലെ കൃത്യമായ പൊതു താൽപ്പര്യ ഹർജികളൊക്കെ ആയിട്ട് മുന്നോട്ട് മാറാൻ തീരുമാനം ആയിരിക്കുന്നു. ഇനി നിങ്ങളെ വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയങ്ങൾ, അത് സത്യസന്ധമായ വീഡിയോകൾ ഒരു മീഡിയകളും അത് പുറത്തു വിടുകയാൽ അവർക്ക് അതിന് ധൈര്യമില്ല എന്ന് തോന്നുന്നെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങളത് ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയിൽ ഒരിക്കൽ കൂടെ ചേർക്കാം. അതിലേക്ക് നിങ്ങൾ അയച്ചു തരിക. സത്യസന്ധമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പായാൽ ഞങ്ങളത് വീഡിയോ ചെയ്യും, എത്ര ഭീഷണി ഉണ്ടെങ്കിലും. പൊതു താൽപ്പര്യ ഹർജികൾ, ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ വ്യക്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഞങ്ങളെ അറിയിച്ചാൽ കേരള ജനമിത്ര ആ വിഷയത്തിൻ്റെ പുറകെ പോകും. ഇങ്ങനെ വ്യക്തമായ പദ്ധതികളും ഉദ്ദേശങ്ങളുമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ മുൻമുഖമാണ് ഞാൻ. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ഇത് തുടരുക തന്നെ ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.